നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രാജസ്ഥാനിലെ പ്രശസ്തമായ ഒരു സാംസ്കാരിക കേന്ദ്രമായ ബാഗോർ കി ഹവേലിയും അവിടെ നടക്കുന്ന ഫോക്ക് ഡാൻസ് പരിപാടികളുടെയും ചരിത്രമാണ്. ബാഗോർ കി ഹവേലി രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഴമയുള്ള രാജകീയ ഭവനമാണ്. ഇത് 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യം രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഭവനം പിന്നീട് ഒരു മ്യൂസിയമായും സാംസ്കാരിക വേദിയായും മാറി. ഇന്ന് ഇത് രാജസ്ഥാനിലെ പാരമ്പര്യ കലകൾ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെ നടക്കുന്ന ധരോഹർ ഡാൻസ് ഷോ വളരെ പ്രശസ്തമാണ്. ഈ പരിപാടി ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ നടക്കുന്നു. ഇത് വെറും നൃത്തപ്രകടനം മാത്രമല്ല, രാജസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതരീതി, വിശ്വാസങ്ങൾ, ഉത്സവങ്ങൾ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സാംസ്കാരിക അവതരണമാണ്. ഇവിടെ അവതരിപ്പിക്കുന്ന ഫോക്ക് നൃത്തങ്ങൾ തലമുറകളായി കൈമാറിയ പാരമ്പര്യങ്ങളാണ്. അതിൽ ചില പ്രധാന നൃത്തരൂപങ്ങൾ ഇവയാണ്. ആദ്യത്തേതാണ് ഘൂമർ. ഇത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ നൃത്തമാണ്. ചുറ്റി ചെയ്യുന്ന ഈ നൃത്തം വിവാഹങ്ങളിലും ഉത്സവങ്ങളിലും ഏറെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഗൽബേലിയ. ഇത് പാമ്പുകളുടെ ചലനങ്ങളെ അനുകരിക്കുന്ന ഒരു നൃത്തമാണ്. ഈ നൃത്തം അവതരിപ്പിക്കുന്നത് ഗൽബേലിയ ട്രൈബ് എന്ന ഗോത്ര വിഭാഗമാണ്. ഈ നൃത്തം ലോകപ്രശസ്തമാണ്. മൂന്നാമതായി ഭവായ്. ഈ നൃത്തത്തിൽ കലാകാരികൾ തലയിൽ നിരവധി പാത്രങ്ങൾ വെച്ച് ബാലൻസ് ചെയ്ത് നൃത്തം ചെയ്യുന്നു. ഇത് അവരുടെ കഴിവും നിയന്ത്രണവും കാണിക്കുന്നതാണ്. കൂടാതെ തെരാതാലി എന്ന നൃത്തവും ഇവിടെ അവതരിപ്പിക്കുന്നു. ശരീരത്തിൽ ചെറുതാളങ്ങൾ കെട്ടി താളമിട്ട് ചെയ്യുന്ന ഒരു ഭക്തി നൃത്തമാണ് ഇത്. ഈ നൃത്തങ്ങൾക്ക് പിന്നിൽ ലൈവ് സംഗീതവും ഉണ്ടാകും. ധോലക്, ഹാർമോണിയസ്, സരാഗി പോലുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ച് നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് നൃത്തത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ബാഗോർ കി ഹവേലിയിൽ ഫോക്ക് ഡാൻസ് പരിപാടികൾക്ക് വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ഇത് രാജസ്ഥാനിലെ പാരമ്പര്യ കലകളെ സംരക്ഷിക്കുകയും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ യുവതലമുറയ്ക്ക് ഈ കലകളിൽ താൽപ്പര്യം തോന്നാനും അവരുടെ കഴിവുകൾ വളർത്താനും ഇത് സഹായിക്കുന്നു. അവസാനമായി, ബാഗോർ കി ഹവേലി വെറും ഒരു കെട്ടിടമല്ല, അതൊരു ജീവിക്കുന്ന സംസ്കാരമാണ്. അവിടെ നടക്കുന്ന ഫോക്ക് ഡാൻസ് പരിപാടികൾ രാജസ്ഥാനിൻ്റെ ആത്മാവിനെ നമുക്ക് അനുഭവിച്ചറിയാൻ സഹായിക്കുന്നു. ബാഗോർ കി ഹവേലി ഒരു ചരിത്ര സ്മാരകമായതിനാൽ അതിന് വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ പരിപാടിയും പാരമ്പര്യത്തിൻ്റെ പ്രതിഫലനമാണ്. ഫോക്ക് ഡാൻസ് രാജസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നൃത്തം അവരുടെ സന്തോഷവും ആഘോഷവുമായാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഈ കലാരൂപങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. കലാകാരന്മാർ ഏറെ പരിശീലനം നേടിയിട്ടുള്ളവരാണ്. അവരുടെ അവതരണം പ്രേക്ഷകരെ ആകർഷിക്കുന്നു. സംഗീതവും നൃത്തവും ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത്. ലൈവ് സംഗീതം ഈ പരിപാടികളുടെ പ്രത്യേകതയാണ്. പാരമ്പര്യ വേഷങ്ങൾ ഈ നൃത്തങ്ങൾക്ക് ഭംഗി കൂട്ടുന്നു. ഓരോ നൃത്തത്തിനും വ്യത്യസ്തമായ ശൈലിയുണ്ട്. ഘൂമർ നൃത്തം സുന്ദരവും ലളിതവുമാണ്. ഗൽബേലിയ നൃത്തം വളരെ വേഗത്തിലുള്ളതാണ്. ഭവായ് നൃത്തം വളരെ പ്രയാസകരമാണ്. തെരാതാലി നൃത്തം ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ നൃത്തങ്ങൾ സമൂഹത്തിൻ്റെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. കലാകാരന്മാർ വലിയ സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നു. ഈ പരിപാടികൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും. പ്രേക്ഷകർ ഈ നൃത്തങ്ങൾ ഏറെ ആസ്വദിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഇഷ്ടമാണ്. ഈ കലാരൂപങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ബാഗോർ കി ഹവേലി ഇതിന് ഒരു മികച്ച വേദിയാണ്. ഈ പരിപാടികൾ രാജ്യാന്തര ശ്രദ്ധ നേടിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നത് കൂടുതലാണ്.
ഇത് രാജസ്ഥാൻ്റെ അഭിമാനമാണ്. ഈ നൃത്തങ്ങൾ നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. പാരമ്പര്യം നിലനിർത്താൻ ഇത്തരം വേദികൾ ആവശ്യമാണ്. കലയും സംസ്കാരവും ഒന്നിച്ച് കാണാം ഇവിടെ. ഓരോ അവതരണവും ഒരു പുതിയ അനുഭവമാണ്. നൃത്തങ്ങൾ കാണുമ്പോൾ അതിൻ്റെ കഥ മനസ്സിലാക്കാം. ഈ പരിപാടികൾ വിദ്യാഭ്യാസപരവുമാണ്. വിദ്യാർത്ഥികൾക്ക് ഇതൊരു പഠനാനുഭവമാണ്. കലാകാരന്മാരുടെ കഴിവ് നമ്മളെ പ്രചോദിപ്പിക്കുന്നു. സംഗീതോപകരണങ്ങൾ നൃത്തത്തിന് ജീവൻ നൽകുന്നു. ഈ നൃത്തങ്ങൾ വളരെ നിറങ്ങളാർന്നതാണ്. വേഷഭൂഷകൾ ഏറെ ശ്രദ്ധേയമാണ്. ഓരോ ചലനവും അർത്ഥപൂർണ്ണമാണ്. നൃത്തത്തിൻ്റെ താളം മനസ്സിനെ ആകർഷിക്കുന്നു. ഈ പരിപാടികൾ കാണുന്നത് ഒരു സന്തോഷകരമായ അനുഭവമാണ്. ഇത് കുടുംബമായി കാണാൻ പറ്റുന്ന പരിപാടിയാണ്. പാരമ്പര്യ കലകൾ സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ കലകൾ നമ്മുടെ ഐഡന്റിറ്റിയാണ്. ബാഗോർ കി ഹവേലി ഈ പൈതൃകം സംരക്ഷിക്കുന്നു. ഈ വേദി കലാകാരന്മാർക്ക് അവസരം നൽകുന്നു. പുതിയ തലമുറയ്ക്ക് ഇത് പ്രചോദനമാണ്. ഈ നൃത്തങ്ങൾ ലോകമെമ്പാടും പ്രശസ്തമാണ്. ഇന്ത്യയുടെ സംസ്കാരത്തെ ഇതിലൂടെ പ്രകടമാകുന്നു. ഈ പരിപാടികൾ നമ്മുടെ സംസ്കാരത്തെ ജീവിപ്പിക്കുന്നതാണ്. നൃത്തവും സംഗീതവും ചേർന്നത് ഒരു കലാസംഗമം തന്നെയാണ്. ഈ അനുഭവം ഒരിക്കലും മറക്കാനാവാത്തതാണ്.